ഫ്രണ്ട്സ്, നമുക്കിന്ന് മുട്ട വറുത്തതും തക്കാളിക്കറി ഉണ്ടാക്കാൻ പോയാലോ? എന്നാ വാ, നമുക്ക് പോകാം. നീ വന്നുണ്ടോ? പോകാം. അപ്പൊ ഗൈസ്, നമുക്ക് തക്കാളിക്കറി ഉണ്ടാക്കാം. ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാപ്പച്ചക്കനും ഇവിടെ ഉണ്ട് കേട്ടോ. അവനിപ്പോ പുറത്തൊക്കെ പോയിട്ട് വന്നേക്കണേ. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് തക്കാളിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. ഞാൻ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബാക്കി സവാള നമുക്ക് മുട്ട വറുക്കാനാണ്. അപ്പോൾ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി ഉണ്ട്. പിന്നെ മസാലകൾ എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി. പിന്നെ നമ്മുടെ എണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്രയും കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, കടുക് പൊട്ടി വരും. നമുക്കിതൊന്ന് മൂടി വെച്ച് എടുക്കാട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എണ്ണ തെറിച്ചു. സുനി വിശന്ന് വന്നേക്കണേന്ന് തോന്നുട്ടോ കൈസ്. നമ്മുടെ സുനിമോന്റെ കാര്യത്തില് കിടക്കാമണി വീണ്ടും ഇട്ടിട്ടോ. എല്ലാരും ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഒരു ഹായ് പറഞ്ഞ എല്ലാവർക്കും. ഹായ് ഹായ്. അത് നമ്മുടെ ചിമ്പനുണ്ട് കേട്ടോ. അപ്പൊ അതെ, കടുകൊക്കെ പൊട്ടി വരുന്നുണ്ടേ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നു. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലേശം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് തക്കാളി എല്ലാം ഉടനെ എന്നിട്ട് കാണാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ തക്കാളിയും സവാളയൊക്കെ എല്ലാം ഉടനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനകത്ത് മസാലക്കൂട്ടെല്ലാം ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്തിരി മല്ലിപ്പൊടി കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ മുളക് പൊടി ഇത്തിരി ഇടാം. എരിവ് അധികം വേണ്ട കേട്ടോ. ഇനി ബാക്കി ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് എല്ലാ മസാലയും കൂടി പച്ചമണം മാറുന്നവരെ നമുക്ക് ഇളക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം. അപ്പൊ നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ.
ഇത്ര വെള്ളം ഞാൻ ഇപ്പം എടുത്തേക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് നേരം തിളച്ച് വരുമ്പോൾ തക്കാളിക്കറി റെഡിയാവും കേട്ടോ. അപ്പൊ ഞാൻ മുട്ട വറുത്തതിനുള്ളതൊക്കെ സെറ്റാക്കി കൊടുക്കണം ഇവിടെ. അപ്പൊ നമുക്ക് മുട്ട എല്ലാം വറുത്ത് കഴിഞ്ഞിട്ട് കഴിക്കാൻ നേരത്ത് കാണാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളെല്ലാം വെച്ചൊക്കെ കഴിഞ്ഞു, തക്കാളിക്കറി ഉണ്ടാക്കി കഴിഞ്ഞു, പിന്നെ മുട്ട വറുക്കുകയും ചെയ്തു. അപ്പൊ ഇത് ഞാൻ നമ്മുടെ സ്റ്റൈലാട്ടോ ഞാൻ തക്കാളി ചാറ് വെക്കാറ്. അപ്പൊ അതെ തക്കാളി ചാറ് ഇതാണ്. നിങ്ങൾക്ക് ഉപ്പ് നോക്കണം കേട്ടോ. അപ്പൊ മുട്ട വറുത്തുണ്ടാക്കി. നിങ്ങൾ വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.